ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവന്ദനത്തെ അറിയിക്കുന്നു. പ്രഭാതവചന ചിന്തയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് പ്രഭാതവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യം. അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റു പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ഒരു ദൈവവേദൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മേഖലയാണ് പ്രാർത്ഥനാ ജീവിതം എന്നുള്ളത്. ഏറ്റവും നല്ല ഉദാഹരണം നമ്മളെ വീണ്ടെടുത്തവനും രക്ഷിച്ചതുമായ കർത്താവായ യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ് പ്രാർത്ഥന എന്നുള്ളത്. ഇവിടെ യേശു അതികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു മാതൃക കാണുവാൻ കഴിയുന്നു. ഏതൊരു ദൈവവേദൻ്റെ ജീവിതത്തിലും അതികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. രാത്രിയുടെ യാമങ്ങളിൽ നമ്മൾ ആഹാരമൊക്കെ കഴിച്ച് സുഖലൂലഭതയിൽ കിടന്നുറങ്ങി പ്രഭാതത്തുള്ള പ്രാർത്ഥനകൾ പലതും നമ്മുടെ ജീവിതത്തിൽ ചടങ്ങുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുന്നു. ആ ദിവസം നമ്മുടെ മുമ്പിൽ നിരത്തി വയ്ക്കുവാൻ നിരവധി ആവശ്യങ്ങളും ഉത്തരവാദിത്വങ്ങളും നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അല്പസമയം ചെലവഴിപ്പാൻ നമുക്ക് സമയങ്ങളില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ശബ്ദകോലാഹലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് കർത്താവ് കാണിച്ചു തന്ന മാർഗം താൻ ഏകനായി എല്ലാ ശബ്ദകോലാഹലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് തൻ്റെ സ്വർഗീയ പിതാവിൻ്റെ സന്നദ്ധിയിൽ സ്വയം സമർപ്പിച്ച് ശക്തി ആർജിക്കുന്നതിന് വേണ്ടി യേശുവിൻ്റെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ മാതൃകയായി തീരുകയാണ്. അതുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുടെ മുമ്പിൽ തരണം ചെയ്യുവാൻ രാവിലെ ഉള്ള പ്രാർത്ഥന ഏറെ പ്രചോദനമായി നൽകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നമ്മളുള്ള മുമ്പിലുള്ള പകലിലുള്ള വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും സമ്മർദ്ദങ്ങളെയും സമചിത്തതയോടെ നേരിടുവാൻ അതികാലത്ത് ഇരുളിൻ്റെ നിശബ്ദതയിൽ ദൈവത്തെ തേടിച്ചെല്ലുന്ന ഒരു ദൈവവൈതലന് ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കഴിയും. അതുകൊണ്ട് മാന്യ സഹോദരങ്ങളെ, പ്രഭാതം പൊട്ടിവിടുന്നതിന് മുമ്പ് ദൈവത്തെ അന്വേഷിക്കുവാൻ അവൻ്റെ സന്നദ്ധിയിൽ സർവവും സമർപ്പിച്ചുകൊണ്ട് പകലാരംഭിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഓഫീസിലെയും കുഞ്ഞുങ്ങളുടെയും സ്കൂളുകളെയും സമയക്ലിപ്തത പാലിക്കുവാൻ നിർബന്ധം കാണിക്കുന്ന നിങ്ങൾ അതികാലത്ത് ഇരുട്ടുള്ളപ്പോൾ ദൈവത്തെ അന്വേഷിക്കുവാൻ ശുഷ്കാന്തി കാണിക്കാറുണ്ടോ? നിങ്ങൾ പ്രാർത്ഥനയോടെ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ പകൽ സമ്മാനിക്കുന്ന ഓരോ നിമിഷത്തിലും ദൈവം നിങ്ങളെ കാത്തു സൂക്ഷിക്കുമെന്ന് ഓർക്കുന്നുണ്ടോ? നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും തരണം ചെയ്യുവാൻ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് കഴിയുമെന്ന് താങ്കൾക്ക് ഓർമ്മയുണ്ടോ? അങ്ങനെയാണെങ്കിൽ പാട്ടുകാരൻ പാടുന്നത് പോലെ, മനമേ പക്ഷിഗണങ്ങൾ ഉയർന്നതാ പാടുന്നു ഗീതങ്ങൾ, മനമേ നീ ഉണർന്നിട്ട് യേശു പരനെ പാടി സ്തുതിക്ക. ആ യേശുവിനെ സ്തുതിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ വലിയവനായ ദൈവം നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു. മാറാനാഥ.